ഹായ്, എല്ലാവർക്കും സിയാനൈറ്റിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഞൊറിവ് നൈറ്റി ആട്ടോ. അമ്മമാരൊക്കെ ഇടുന്ന ടൈപ്പ് ഫ്രണ്ട് ഓപ്പൺ കൊളുത്ത് വയ്ക്കുന്ന സാധാ നൈറ്റിയാണ് കേട്ടോ, ഞൊറിവുള്ള നൈറ്റിയാണ്. അപ്പോൾ നമ്മൾ വെറുതെ റൗണ്ട് നെക്കായിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റൗണ്ട് നെക്കിൽ നമ്മൾ ആദ്യം ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളതിന് വേറെ അല്ലാതെ പടി കൊടുക്കുന്നില്ല. ആ പൈപ്പിംഗ് പോലെ വെച്ചിട്ട് നമ്മളത് ഉള്ളിലോട്ട് മറയ്ക്കുകയാണ് കേട്ടോ. പ്ലെയിൻ നെക്കാണ്. ഇതൊരു പ്രായമായ അമ്മയ്ക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ നൈറ്റിയാണ്, ചെറിയ ഹൈറ്റൊക്കെ കുറഞ്ഞൊരു ചെറിയ നൈറ്റിയാണ്, പ്രായമായ അമ്മയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ക്രോസ് പീസ് ആദ്യം മടക്കി രണ്ടായിട്ട് അടിച്ചു, അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒന്ന് ചെറിയതായിട്ട് കത്രികയ്ക്ക് കട്ടിട്ട് കൊടുക്കണം കേട്ടോ. കാരണം നിവർത്തുമ്പോൾ അത് വലിച്ചിൽ വരാതെ ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് പതിച്ചടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. ഫിനിഷിങ്ങിൽ തന്നെ മറച്ച് ചെയ്യുമ്പോഴും നല്ല ഫിനിഷിങ്ങിലായിട്ടിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ക്രോസ് പീസ് ഉള്ളിലോട്ട് പതിച്ചടിച്ചതിന് ശേഷം മടക്കി കൊടുത്തിട്ട് നമ്മളെ കഴുത്തിൻ്റെ അരികുവശം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്ന് തേച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അത് നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ്ങിലോട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ചത് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് പുറമെ ഒരു സ്റ്റിച്ച് ഇടുക. അതിന് ശേഷം നമുക്ക് ഒരു പ്രസർ വീതിക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് കൂടി ഇടുക. അപ്പം ആ ഉള്ളിലോട്ട് മടക്കി കൊടുത്ത ക്രോസ് പീസ് നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ്ങിൽ തന്നെ വരും. അത് നല്ല ഒതുങ്ങി തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റിച്ച് കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്കിത് ഫ്രണ്ടിൽ രണ്ട് കൊളുത്താണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അതായത് ബോഡി പോർഷനിലോട്ട് ഓപ്പൺ ഇല്ല, മുകളിലെ ബോഡി പീസിൽ മാത്രമാണ് കേട്ടോ ഓപ്പൺ വരുന്നത്. അപ്പോൾ നമ്മളിത് അതിന് ചെറുതായിട്ട് ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ടിലത്തെ ആ പടിക്കുള്ള കേട്ടോ കൊളുത്തും കുഴയും വെക്കാനുള്ള, കൊളുത്തും കുഴയാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള പടി വെക്കാനുള്ള ഇതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം അത് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് മടക്കി നമ്മൾ കൊളുത്തുന്നതിൻ്റെ മുകൾ വശം നല്ല ക്ലിയറായിട്ട് വരത്തക്ക രീതിയിൽ ഒന്ന് മടക്കി കൊടുത്തിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കൊളുത്തും കുഴയും വെക്കാനുള്ള പടിയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുകൾവശം ഒന്ന് അടിവശം മടക്കി കൊടുക്കേണ്ടതില്ല, മുകളിൽ നെക്കിൻ്റെ മുകളിൽ വരുന്ന ഭാഗം മടക്കി ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി. അടി നമ്മൾ കൂട്ടിയടിച്ച് ബോഡി പീസിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് താഴ്വശം നമുക്ക് ഉള്ളിലോട്ട് മടക്കി കൊടുക്കണ്ട കേട്ടോ. അപ്പം അതായത് നമ്മൾ കൊളുത്തും കുഴയും വരുന്ന രീതിയിൽ, താഴെ കുഴ വരുന്ന രീതിയിൽ, മുകളിൽ കൊളുത്ത് വയ്ക്കാനുള്ള പടി വരുന്ന രീതിയിൽ നമ്മൾ കൊളുത്തിടുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്ന ആ രീതിക്ക് മടക്കി വെച്ചിട്ട് അടിയൊന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നീട് അതിലോട്ട് പാവാട പീസ് പിടിപ്പിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം ബാക്ക് പീസിൽ വെച്ചിട്ട് ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ് കേട്ടോ. ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന രണ്ട് രീതിയിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കയറി കണ്ട് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാനിത് അതിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോയിൽ രണ്ട് മോഡൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽ ഫസ്റ്റ് മോഡലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിക്കാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത്. ഞാൻ പഠിച്ചപ്പോൾ തൊട്ട് അങ്ങനെയാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ എനിക്കതാണ് എളുപ്പവും. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ രണ്ട് രീതിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്രോസ് പീസ് മടക്കി രണ്ടാക്കി വെച്ച് കൊടുത്ത് ബാക്ക് നെക്ക് ആദ്യം ഒന്ന് അടിച്ചു. അതിന് ശേഷം ബാക്ക് നെക്ക് ഒന്നുകൂടെ ക്രോസ് പീസ് പതിച്ചടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കൊരിക്കലും ബാക്ക് നെക്ക് വിട്ടു പോവില്ല, സ്റ്റിച്ച് വിട്ടു പോകത്തില്ല. എത്ര ഇതാണേലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും. അതിന് ശേഷം ബാക്ക് ക്രോസ് ഉള്ളിലോട്ട് മടക്കി കൊടുത്ത് ബാക്ക് കഴുത്ത് ഫിനിഷ് ചെയ്യുക കേട്ടോ. അതിൻ്റെ പീസ് ഉള്ളിലോട്ട് മടക്കി കൊടുത്ത് ബാക്ക് ക്രോസ് ഫിനിഷ് ചെയ്തു. അപ്പോൾ നമുക്ക് ബോഡിയുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൻ്റെ അറ്റം ഒന്ന് തേരുവശം ഒന്ന് മടക്കി അടിക്കണം. സാധാരണ റെഡിമെയ്ഡ് വരുന്നതിനൊന്നും തേര് മടക്കി അടിക്കാറില്ല. പക്ഷേ നമ്മൾ കസ്റ്റമൈസായിട്ട് ഓർഡർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഫിനിഷിങ് എല്ലാം അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞൊറിവ് നൈറ്റി ആയാലും ചുരിദാർ നൈറ്റി ആയാലും ഫ്രോക്കായാലും ഫിനിഷിങ് അത് നമുക്ക് നിർബന്ധമാണ്. അപ്പം നമ്മൾ സ്ലീവിനറ്റം തേരാണെങ്കിലും തേരിനറ്റം ഒന്ന് ഒരു പ്രസവ രീതിക്ക് നമ്മൾ അടിച്ചു കൊടുക്കും കേട്ടോ. അതിന് ശേഷം ബോഡി പീസാണ്, അതിന് നമുക്ക് ഞൊറി ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ രണ്ട് പീസും കൂടെ ഒപ്പം കൂട്ടി ചെറുതായിട്ടൊന്ന് കഥയ്ക്ക് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞൊറി ഇടാനുള്ളൊരു അളവാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗത്തെയും ഞൊറി ഒരുപോലെ വരും. നമ്മൾ ആ വെട്ടിട്ട് കൊടുത്തതിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ ഞൊറി ഇടുന്നത്. അപ്പോൾ രണ്ട് പീസയിലും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ വെട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ വെട്ടിട്ട് കൊടുത്തതിൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ രണ്ട് പീസയിലും ഞൊറി ഇടുന്നത് കേട്ടോ. ഇതിൻ്റെ പാവാട പീസായിട്ട് നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ഇല്ല, മേളിലെ പീസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാവാട പീസ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പ്രായ അമ്മമാർക്കൊക്കെ ആകുമ്പോൾ പിന്നെ ഫീഡിങ് ഓപ്ഷൻ പോലെ വലിയ ഓപ്പണിൻ്റെ ആവശ്യമില്ലല്ലോ. ചെറിയ മുകളിൽ കഴുത്തിൽ കൂടെ കയറാൻ പരുവത്തിനൊക്കെ ഇതൊരു പ്രായമായ കിടപ്പിലായ ഒരു അമ്മമ്മയുടെ കേട്ടോ.
അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഊരാൻ എളുപ്പത്തിനാണ് ചെറിയ കൊളുത്ത് രണ്ടെണ്ണം നമ്മൾ വെക്കുന്നത് കേട്ടോ. അതിന് ശേഷം ബാക്ക് പീസ് വെച്ചിട്ട് നമ്മൾ ഞൊറി ഇട്ട് കൊടുത്തത് ആദ്യം ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. കാരണം ആ ഞെറി കറക്റ്റായിട്ട് അപ്പുറം ഇപ്പുറം എത്തുന്നുണ്ടോ, കൂടുതലാണോ കുറവാണോ നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനതൊന്ന് വെച്ച് കൊടുത്തു നോക്കിയപ്പോൾ ഓക്കെയാണ്. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് അടിച്ചു ഉള്ള. അതിന് ശേഷം പതിച്ച് നമ്മൾ മറിച്ചിട്ടിട്ട് പതിച്ച് ഒരടിപ്പടിച്ചു. അതിന് ശേഷം രണ്ടാമത്തെ അടുപ്പും കൂടെ ഇടും കേട്ടോ. ഒരു പ്രഷർ വീതിക്ക് രണ്ടാമത്തെ അടുപ്പും കൂടെ ഇട്ട് കൊടുക്കുക. കാരണം വെച്ചാൽ നമുക്കൊരു കാരണവശാലും ഞൊറിയുടെ പാവാട പീസ് മുകളിലത്തെ പീസിൽ നിന്ന് വിട്ടു പോരരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിമെയ്ഡ് വരുന്നതിലൊന്നും അങ്ങനെ അടിപ്പ് കാണത്തില്ലായിരിക്കും. ചിലപ്പോൾ ഒരടിപ്പോൾ ചിലതിലൊക്കെ ഒരടിപ്പ് കാണാം. ഡബിൾ സ്റ്റിച്ച് സാധാരണ അങ്ങനെ കാണാറില്ല റെഡിമെയ്ഡിൽ. ചെയ്യുന്നവരും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് അടിക്കും, അതിനുശേഷം പതിച്ച് ഒന്നടിച്ചിട്ട് രണ്ടാമതൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പയിൽ രണ്ടടിപ്പ് വരും. അപ്പോൾ ഒരു കാരണവശാലും അത് വിട്ടു പോകത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കസ്റ്റമൈസായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതുപോലെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ വർക്ക് ഫിനിഷിംഗ് ആയിരിക്കണം. നമ്മുടെ വർക്കിന് നമുക്ക് എപ്പോഴും നല്ല എന്താ പറഞ്ഞത്, നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് കേട്ടോ വരുന്നത്. നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മളവിടെ പടി അടിച്ചിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിൽ ഫ്രണ്ട് പീസ് കൂട്ടാൻ എളുപ്പമുണ്ട്. കാരണം അത് കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്താൽ മതി. ആ പടി അകന്ന് പോകരുത്. പടി വരണം, കൊളുത്തിൻ്റെയും പുഴയുടെയും പടി മുകളിൽ വരണം, വിരിഞ്ഞ് പോകരുത്. അപ്പോൾ അതൊന്ന് പിടിച്ചു കൊടുത്തിട്ട് വേണം ഫ്രണ്ട് പീസ് അവിടെ അറ്റാച്ച് ചെയ്യാൻ കേട്ടോ. അതിനുശേഷം കൈ നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കൈയുടെ പകുതിക്കേന്നാണ് കേട്ടോ നമ്മൾ അടിച്ചു വരുന്നത്. കാരണം ചില അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്നും വ്യത്യാസം വരരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് അടിക്കുക. അതിന് ശേഷം മറിച്ചിട്ടിട്ട് സെൻറ്ററിൽ നിന്ന് തന്നെ മറുവശത്തായിട്ട് അടിച്ചു പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൈയുടെ രണ്ട് സൈഡും ഒരുപോലെ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിൽ നിന്നാണ്, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ രണ്ട് സൈഡിലോട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം കൈ ഒന്ന് പതിച്ചടിക്കുകയാണ് കേട്ടോ. അപ്പം കൈയുടെയും സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ കൈയുടെ പതിച്ചടിച്ച് കൊടുക്കുമ്പം ആ തയ്യൽ തുമ്പ് കൈയുടെ വശത്തോട്ട് നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അടിക്കാനായിട്ട്. അപ്പോഴാണ് ആ തയ്യൽ തുമ്പേ കൂടെ സ്റ്റിച്ച് വരത്തുള്ളൂ. കൈ വിട്ടു പോവാതെയും സ്റ്റിച്ച് വിട്ടു പോവാതെയൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ തയ്യൽ തുമ്പ് എങ്ങോട്ടാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. തയ്യൽ തുമ്പ് കൈയുടെ ഉള്ളിലോട്ട് തന്നെ വരണം. അപ്പോൾ അതിന് ശേഷം രണ്ടാമത്തെ കൈയും വെച്ച് നമ്മൾ സെൻറ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ആ കറക്റ്റ് ജോയിൻറ്റ് വരുമ്പോൾ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് വേണം കേട്ടോ ബാക്കി ബോഡി പോർഷനിലോട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. കാരണം അവിടെ കറക്റ്റ് ജോയിൻറ്റ് അല്ലെങ്കിൽ ചുളുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ആ ജോയിൻറ്റ് ബോഡിയും പാവാട പീസും ജോയിൻറ്റ് വരുന്നിടത്തുനിന്ന് സൂചി കുത്തി നിർത്തി അതിന് ശേഷം കൈയായിട്ട് അടിക്കുക. അതിന് ശേഷം മറിച്ചിട്ടിട്ട് കൈ പതിച്ചടിക്കുക. അപ്പോൾ കൈ പതിച്ചടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കൈയുടെ ഉള്ളിലോട്ടായിരിക്കണം അതിൻ്റെ ഉള്ളിലെ തയ്യൽ തുമ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിക്കാണ് ഞാൻ അടിച്ചു വിടുന്നത്. ഇപ്പോൾ നമ്മൾ നൈറ്റിയുടെ രണ്ട് കൈയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ബോഡി പോർഷനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ വണ്ണം നോക്കിയിട്ട് കൈയുടെ അളവെടുത്തിട്ട് കൈവണ്ണം അവർക്ക് ചെറിയ അളവാണ്. അമ്മയ്ക്ക് തീരെ കൈ ക്ഷീണിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ കൈവണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ കൈവണ്ണത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ബോഡി പോർഷനിലോട്ട് ബോഡി കൂട്ടുവാണ് കേട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് അടിച്ചു വിട്ടാൽ മതി. ബോഡി നമ്മൾ 2 സ്റ്റിച്ചാണ് കേട്ടോ ഇടുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റിച്ച് എല്ലാത്തിനും ഡബിൾ സ്റ്റിച്ചാണ് കേട്ടോ ഇടുന്നത്. കാരണം അത്രയും അതിന് ക്വാളിറ്റി കിട്ടും, അത്രയും ഫിനിഷിങ്ങും ആയിരിക്കും, അത്രയും സ്ട്രോങ് ആയിരിക്കണം. കാരണം നമുക്ക് സ്റ്റിച്ച് ഒരു കാരണവശാലും വിട്ടു പോകരുത്. അതുമല്ല അവർക്ക് കൈവണ്ണം ഇനിയിപ്പോൾ പിന്നീട് കൂട്ടണമെങ്കിലും നമുക്ക് കൂട്ടാൻ കുറച്ച് കൈവണ്ണം വേണമല്ലോ. തയ്യൽ തുമ്പും നമ്മളവിടെ ബാലൻസ് ഇട്ടേക്കാറുണ്ട് കേട്ടോ. നമ്മൾ തയ്യൽ തുമ്പ് കൈയുടെ കൈവണ്ണം ആണെങ്കിലും നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് കൂടെ നീക്കിയിട്ടാണ് കേട്ടോ രണ്ടാമത്തെ സ്റ്റിച്ച് ഇടാറ്. അപ്പോൾ ഇവർക്ക് നമ്മൾ കൈവണ്ണം 6ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 6 കഴിഞ്ഞിട്ട് 1/2 ഇഞ്ചും കൂടെ നീക്കിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ അടുപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് ഇട്ട് കഴിയുമ്പം പിന്നീട് എപ്പോഴെങ്കിലും അവർക്ക് കൈവണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിലും ഫസ്റ്റ് സ്റ്റിച്ച് പൊട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ചിൽ കൈവണ്ണം ഓക്കെ ആവും. അപ്പം പിന്നീടാണെങ്കിലും അവർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കയ്യിലും ഇട്ടേക്കൂട്ടോ. അപ്പോൾ കൈവണ്ണം കൂട്ടവർക്കും നമുക്ക് കൂട്ടാൻ പറ്റും. നമ്മളെല്ലാ ചുരിദാർ നൈറ്റിക്കാണെങ്കിലും ഞൊറിവ് നൈറ്റിക്കാണെങ്കിലും ഫ്രോക്ക് നൈറ്റിക്കാണെങ്കിലും തയ്യൽ തുമ്പ് ഇട്ടാണ് കേട്ടോ അടിക്കുന്നത്. ചില നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ അതിൽ കൈവണ്ണം കൂട്ടാനോ അല്ലെങ്കിൽ ബോഡി കൂട്ടാനോ ഒന്നും തയ്യൽ തുമ്പ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അതടക്കമാണ് കേട്ടോ ചെയ്യുന്നത്.
തയ്യൽ തുമ്പിട്ടാണ് നമ്മുടെ എല്ലാ നൈറ്റികളും വരുന്നത്. അതുപോലെ തന്നെ ഡബിൾ സ്റ്റിച്ചിട്ടാണ് നമ്മുടെ എല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ പിന്നെ ഇറക്കം കുറയ്ക്കണമായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് 41 ഇഞ്ച് ഇറക്കം മതിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇറക്കം കുറച്ചിട്ടുണ്ട്. അളന്ന് 41 ഇഞ്ച് ഇറക്കവും 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൂടെ കൂട്ടിയിട്ടിട്ടാണ് അടി നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ ആ 1.5 ഇഞ്ച് എന്നുള്ളത് തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് 41 ഫിനിഷിങ് ഇറക്കം വരത്തക്ക രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് നമ്മളെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. കുറേ പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് XXL കട്ടിങ് വീഡിയോയും പിന്നെന്താ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ അതെല്ലാം വൈകാതെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതവിടെ പടിയിൽ കൊളുത്ത് വെക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ.